കുതിച്ചുയരുന്ന നമ്മുടെ ഭക്ഷണവില ഒന്നും രണ്ടുമല്ല 71% മുകളിലാണ് കഴിഞ്ഞ 5 വർഷമായി കുതിച്ചുയർന്നത്. അതിന്റെ ക്വാളിറ്റിയെ പറ്റി പിന്നെ ഒന്നും പറയണ്ട. കറി വെച്ചാൽ യാതൊരു രുചിയുമില്ലാത്ത പകുതി വാടിയ പച്ചക്കറികളും യാതൊരു ഗുണവുമില്ലാത്ത പാലും അതുപോലെ തന്നെ മുട്ടയും വിഷം കലർന്ന മീനുകളും ഒക്കെ കഴിക്കാനാണ് നമ്മളുടെ മലയാളികൾക്ക് യോഗമുള്ളത്. പക്ഷേ ഇതിനൊക്കെ കൊടുക്കുന്ന വിലയോ? കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട. ലോകത്ത് ഇത്രയും നല്ല വെള്ളം വേറെ കിട്ടുകയില്ല. ഹൈലി കണ്ടാമിനേറ്റഡ്. മാത്രമല്ല നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ എപ്പോൾ തീർന്നെന്ന് നോക്കിയാൽ മതി. ഈക്വലന്റ് ടു സ്ലോ പോയിസൺ. എന്നാലല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും മറ്റും ഇൻവെസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലുകൾ തഴച്ചു വളരുകയുള്ളൂ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വഴി കീശയിൽ കാശ് വീഴുകയുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യമോ? കറണ്ട് ബില്ല് കണ്ടാൽ എപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് നോക്കിയാൽ മതി. വരും തലമുറയ്ക്കെങ്കിലും നല്ല ഭക്ഷണവും നല്ല എൻവയോൺമെന്റും ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ യുവതലമുറ കൃഷിയിലേക്കും മറ്റും അട്രാക്ട് ആകണമെങ്കിൽ അതിന് ലേറ്റസ്റ്റ് ടെക്നോളജിയും മോഡേൺ എക്യുപ്മെന്റ്സും ഫാമിങ്ങിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ക്രമീകരിക്കണമെങ്കിൽ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്താലേ പറ്റൂ. അതിന് ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ നോക്കി വേണം ശാസ്ത്രീയമായി എന്ത് കൃഷി ചെയ്യുവാനെന്ന് തീരുമാനിക്കാൻ. മലയോര പ്രദേശത്ത് ചെയ്യുവാൻ പറ്റുന്ന കൃഷിയല്ലല്ലോ പാടശേഖരങ്ങളിൽ ചെയ്യുവാൻ പറ്റുന്നത്. ചിലയിടത്ത് ഒരു തരം പ്രത്യേക ക്രോപ്പുകളാണെങ്കിൽ മറ്റു ചിലയിടത്ത് മിക്സഡ് ക്രോപ്പുകളായിരിക്കും ചെയ്യുവാൻ പറ്റുന്നത്. അതിനെപ്പറ്റി മൊത്തത്തിലുള്ള ഒരു ശാസ്ത്രീയ പഠനം അനിവാര്യമാണ്. എങ്കിലേ ശരിയായ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉൽപ്പാദിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് മാർക്കറ്റ് ചെയ്യുവാൻ വാല്യൂ അഡീഷൻ അനിവാര്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സ്പീഡ് വർദ്ധിക്കുമ്പോൾ ഈസി കുക്കിംഗ് മെത്തേഡിലേക്കുള്ള ഭക്ഷണ രീതിയും മാറേണ്ടതുണ്ട്. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വാല്യൂ അഡീഷൻ ചെയ്യുമ്പോൾ ഭക്ഷണം കുക്ക് ചെയ്യുവാനായിട്ടും എളുപ്പമാകും. അടുക്കളയിൽ നിന്ന് എളുപ്പം മോചനവും ലഭിക്കും. വാല്യൂ ആഡഡ് ഫുഡ് പ്രോഡക്ട്സ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യുവാൻ സാധിക്കും. ഗവൺമെന്റ് കൃഷിക്കും ഭക്ഷ്യ ഉൽപാദന ഫാക്ടറികൾക്കും കറണ്ട് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡൈസ് റേറ്റിലോ കൊടുത്താൽ മാത്രമേ ഉൽപാദന ചെലവ് കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സിൽ നിന്ന് GST ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2 lakh crore GST കളക്ട് ചെയ്തിട്ടുണ്ട്. മന്തി മാർക്കറ്റിനേക്കാളും കഷ്ടത്തിലാണ് ഇവിടെ നെൽകൃഷിക്കാരോട് ഗവൺമെന്റ് ചെയ്യുന്നത്. നെല്ല് സംഭരിച്ച് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തും മോശമായ ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കി റേഷനായി കൊടുക്കുന്ന പ്രവണതയാണ് ഇപ്പോഴുള്ളത്. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനെക്കുറിച്ച് ഒരു പരാതിയുമില്ല. അതിലും തീർക്കണമല്ലോ ഈശ. ക്രോപ്പ് പ്രൊക്യൂർ ചെയ്യുവാനായിട്ടുള്ള IT ഇൻ്റഗ്രേറ്റഡ് നാഷണൽ കമോഡിറ്റി ഇൻഡെക്സ്, അതായത് NCDEX നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നാഷണൽ കമോഡിറ്റി ഇൻഡെക്സ് NSEയുടെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് എത്ര പേർക്കറിയാം? കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യുവാൻ, ട്രേഡ് ചെയ്യുവാനുമായിട്ട് ഫാർമേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുവാനുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിന് പല സ്ഥലങ്ങളിൽ വെയർഹൗസ് ഉണ്ട്. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള സർക്കാരുകൾക്ക് ഇത് നമ്മളെ അറിയിക്കുമോ?